അടിപൊളി സാധനങ്ങളെ. ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ ഫ്രഷ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫ്രഷ് അല്ലെങ്കിലും എനിക്ക് വളരെ വളരെ ഫ്രഷാണ്. കാരണം ഇതെൻ്റെ 4th ഡേ അറ്റ് കാശ്മീരാണ്. ഗുൽമാർഗിലേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. ശ്രീനഗർ ടു ഗുൽമാർഗ്. ശ്രീനഗർ ആണല്ലോ ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോൾ അവിടുന്ന് ഗുൽമാർഗിലേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പം നിങ്ങൾ കൂടെ ഞങ്ങളോടൊപ്പം പോന്നോളൂ. ഈ കാശ്മീരിൽ വന്നതിന് ശേഷം ഞാൻ ശ്രദ്ധിച്ചത് ഇവിടുത്തെ വീടുകളൊക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആണ് കൺസ്ട്രക്ഷൻസിൽ. ഞാൻ നേരത്തെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടുത്തെ സ്നോഫാളാണ്. സ്നോഫാളിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ഇവിടെ പെയിൻറ്റും ഒരുപാട് വീടുകൾ ഞാൻ ശ്രദ്ധിച്ചു, പെയിൻറ്റ് അടിച്ച വീടുകൾ വളരെ കുറവാണ്, വളരെ കുറവാണ്. അങ്ങനെ ഞങ്ങൾ ഇതാ ഗുൽമാർഗ് എത്തി. കണ്ടോ, തലേന്ന് ഞങ്ങൾ സോനമാർഗ് പോകാൻ നേരം ഒരുപാട് ലേറ്റായിട്ട് പോയത് കൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ 5 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പം രാവിലത്തെ ആ ഉറക്കച്ചെവിത്തയിൽ ഞാനാണെങ്കിൽ വീഡിയോസ് എടുത്തില്ല. രാത്രിയിലെ ഞങ്ങൾ കുളിച്ചിട്ട്, ഡ്രസ്സ് രാവിലെ കേട്ടോ വരാനുള്ള ഡ്രസ്സ് ചേഞ്ച് ചെയ്തത്, പക്ഷെ രാത്രിയിലെ കുളിച്ചിട്ട് സെറ്റായിട്ട് കിടന്നു. രാവിലെ എണീച്ചു, ബ്രഷ് ചെയ്തു, ഞങ്ങൾ ഇറങ്ങി. കാരണം തലേ ദിവസം ഞങ്ങൾക്ക് പണി കിട്ടിയായിരുന്നു. ഒത്തിരി താമസിച്ചു പറഞ്ഞാൽ 8 മണിക്കൊക്കെ ആയിരുന്നു അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ശ്രീനഗറിൽ നിന്ന് ഗുൽമാർഗിലോട്ട് വരുന്ന വഴിയിൽ നമുക്ക് ലേറ്റ് ആവും. അപ്പം ഞങ്ങൾ അങ്ങനെ അന്ന് 5 മണിക്ക് ഇറങ്ങി. അപ്പം ഞങ്ങളൊരു ഒക്ടോബർ 26 ആ ഒരു ദിവസമൊക്കെയാണ് ഗുൽമാർഗ് ചെന്നതെന്ന് തോന്നുന്നു. ഇപ്പൊ കുറച്ച് ആ ഒരു മാസം കഴിഞ്ഞ് പോയി ഞാൻ ഈ വീഡിയോ ഇടാനായിട്ട്. അപ്പം ഇത് വന്നിട്ട് അതായത് ഫോൾസ് നടക്കുന്ന സമയം കേട്ടോ. അപ്പം അതുകൊണ്ട് ആ മഞ്ഞായിട്ട് ഫുള്ള് നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. കണ്ടോ. അതുപോലെ ഞാൻ നമ്മുടെ OC ടോക്സ് ഇല്ലേ, ദിയ കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയിലെ OC, അപ്പോൾ OC ഇട്ടേക്കുന്നുണ്ട് ഗുൽമാർഗ് വന്നിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ അതിനകത്ത് ഈ കറക്റ്റ് പ്ലേസിൽ വെച്ചിട്ട് അവരുടെ ഒരു റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നമ്മൾ പോയ സ്ഥലമല്ലേ എന്ന് ഞാൻ ഇവിടെ പറയുകയും ചെയ്തു. അപ്പം ഗുൽമാർഗ് ഇസ് എ വണ്ടർഫുൾ പ്ലേസ് കേട്ടോ. ഭയങ്കര തണുപ്പുമാണ്, നല്ലൊരു വെതറാണ് അവിടെ. അപ്പം നല്ല രാവിലെ പോയതുകൊണ്ട് തന്നെ ഭയങ്കര മഞ്ഞും ഒക്കെ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നല്ലൊരു വെതറാട്ടോ, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെതറാണ്. ഇപ്പം നമ്മൾ അവിടെ പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൈമാണ്. ഇപ്പോൾ നല്ല മഞ്ഞൊക്കെ ആയിട്ട് മൂടി പൊതഞ്ഞ് കിടപ്പുണ്ടായിരിക്കും. പക്ഷെ അങ്ങോട്ട് വണ്ടികളൊന്നും വിടുന്നില്ല. കാരണം ഇപ്പോൾ ഡിസംബറിൽ അവിടെ അടവാന്ന് പറയുന്ന കേട്ടു. അതായത് വണ്ടിയിൽ പോകുന്നവർക്ക്, അല്ലാതെ ഫ്ലൈറ്റിലൊക്കെ പോകുന്നവർക്ക് കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഭയങ്കര തണുപ്പാണ്. കഴിഞ്ഞ ദിവസം വൈകിക്ക് 3-4 സ്വെറ്റർ ഇട്ടിട്ട് പറ്റില്ല. അങ്ങനെ അവിടെ ചെന്നിട്ട് കുറച്ചുകൂടെ നല്ല കട്ടിയുള്ള ഒരു സ്വെറ്റർ വാങ്ങിച്ചു പിള്ളേർക്ക് 2 പേർക്കും. വൈക ഡ്രാഗൺ കാണീര്. ഡ്രാഗൺ എങ്ങനാ? ഡ്രാഗൺ എങ്ങനാ? വൈക ഡ്രാഗൺ എങ്ങനാ കാണിക്കുന്നേ? Dragon. Harshu. Dinosaur. Bigger sound. അപ്പം ഞങ്ങളുടെ കയ്യിൽ അന്നത്തേക്കുള്ള സ്വെറ്ററൊക്കെ ഉണ്ടായിരുന്നു, പിറ്റേന്നത്തേക്കുള്ളതുണ്ടായിരുന്നു. അപ്പം ബീച്ച് പറഞ്ഞാൽ അവിടെ നമുക്കൊന്നും വാങ്ങിക്കണ്ട. കാരണം ശ്രീനഗറിൽ പിറ്റേ ദിവസം ഞങ്ങൾ ശ്രീനഗറൊക്കെ കറങ്ങാനാണ് പ്ലാൻ ചെയ്തത്. അപ്പം ശ്രീനഗറിൽ വൈകുന്നേരം ആയാൽ ഷോപ്പിംഗ് മാർക്കറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാമെന്ന് വെച്ചു. അത് ഇവിടെ ഭയങ്കര റേറ്റ് വരുന്നു. അപ്പോൾ കൊച്ചുങ്ങളുടെ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളിങ്ങ് പോരുന്നു. വൈകെ കണ്ട ഇപ്പൊ ഒരു പപ്പച്ച മാതിരി ഇരിപ്പില്ലേ.
രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു, ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ ഫുഡ് കഴിക്കാൻ കയറി. അപ്പം ഫുഡ് മാഗി വേണോ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പം മേലോട്ട് മഞ്ഞത്ത് പോകുന്നില്ല, കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മഞ്ഞ് വീണ് തുടങ്ങിയ സമയം. അപ്പോൾ നമുക്ക് ഞങ്ങൾ വെച്ച് ഡിസംബറിലൊക്കെ ആകുമ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പം പത്നി ടോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇതെന്തായാലും ഇവിടെയൊക്കെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് വെച്ചു. മാത്രമല്ല പെഹൽഗമായാലും എല്ലാം നീറ്റായിട്ടോ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടായിരിക്കും അവർ നല്ല ക്ലീൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. വൈകിയെ കണ്ടോ മറ്റേ ലാസ്റ്റ് ട്രെയിൻസ് ഒക്കെ പോകുന്നല്ലേ ഇരിക്കുന്നത്. തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. എനിക്ക് ഒരു ഗ്ലൗസ് ഇട്ടിട്ട് പോലും പറ്റുന്നില്ല. ബുള്ളറ്റിൽ വരാനും വന്നിരുന്നേ കേട്ടോ എല്ലാവരുമായിട്ട്. പക്ഷെ വന്നിരുന്നേ പെട്ടുപോയേനെ, കാരണം കുഞ്ഞുള്ളതുകൊണ്ടേ കുഞ്ഞിന് പറ്റത്തില്ല. അല്ലാതെ തന്നെ നമ്മൾ വണ്ടിയിൽ വരുമ്പം തന്നെ ഒരുമാതിരി ഒരു തണുപ്പും ഒരു ബെറ്റർ ഫീലല്ല. അപ്പോൾ ഞാൻ അന്നേരം ആലോചിച്ചു ഈ ബുള്ളറ്റിലൊക്കെ ഫാമിലിയായിട്ട് ബുള്ളറ്റിൽ പോകുന്നവർ എനിക്ക് തോന്നുന്നു റെയറായിരിക്കും, കുറവായിരിക്കും, കാരണം കൊച്ചുങ്ങളൊക്കെ ഉള്ളവർ. ഈ ശ്വാസം മുട്ടി സംസാരിക്കുന്നതിലും ഭേദം വോയിസ് ഓവർ കൊടുക്കുന്ന തന്നെ അല്ലേ. അപ്പം ഞാൻ അന്നേരം പറഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ ചെന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ 2 വീഡിയോയ്ക്ക് മുന്നേ പറഞ്ഞായിരുന്നു നമുക്ക് ഭയങ്കര സഫോക്കേഷൻ തോന്നുമെന്ന് ശ്വാസം മുട്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത്രയും സൗണ്ട് ഉണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഇത്രയും വീഡിയോക്കകത്ത് അല്ലെങ്കിൽ വോയിസിനകത്ത് എഫക്റ്റീവ് ഒന്നും അറിയത്തില്ലേ. ഇപ്പം ഞാൻ എൻ്റെ വോയിസ് എടുത്തിട്ട് കേൾക്കുമ്പോഴാണ് ഇങ്ങനെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെന്താ ഞാൻ കാണിക്കുന്നതെന്ന് അറിയുമോ, ഞാൻ എത്ര എണ്ണം ഇട്ടേക്കുന്നതെന്ന് കണ്ടോ, 1, 2, പക്ഷെ അത് ക്ലിയർ ആവുന്നില്ല. ഞാൻ എന്ത് തേങ്ങ പറയുന്നതെന്നല്ലേ ഇപ്പം പറയുന്ന കേട്ടാൽ ഒന്നും മനസ്സിലാവത്തില്ല, കാരണം ഞാൻ ശ്വാസം എടുക്കുകയും ചെയ്യും സംസാരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് രണ്ടും കൂടെ ക്ലിയർ ആവത്തില്ല കേട്ടോ. അപ്പം ഞാൻ ഇവിടുത്തെ വെയിലിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഇച്ചിരി വെയിൽ, നമ്മൾ സാധാരണ നാട്ടിലൊക്കെ ആണെങ്കിൽ വെയിൽ കൊള്ളുമ്പോൾ മാറിക്കത്തില്ല. ഇപ്പോൾ വെയിൽ നമ്മുടെ ശരീരത്ത് വെയിൽ വീഴുമ്പോൾ നമുക്ക് കുറച്ച് ആശ്വാസമുണ്ട്. അപ്പം ഞാൻ ഈ പോകുന്നത് എങ്ങോട്ടാണെന്നറിയുമോ, കാശ്മീരിൽ ഫേമസ് ആയിട്ടുള്ള അതായത് കാവ ടീ കിട്ടുന്ന ഏരിയയിലേക്കാണ് പോകുന്നത്. കാശ്മീരിൽ പോയവർക്ക് അറിയാമായിരിക്കും, കാവ ടീ എന്ന് പറഞ്ഞാൽ കാവ ചായ് കാശ്മീരിലെ ഫേമസ് ഒരു ഡ്രിങ്കാണ്. അപ്പം അതെന്തായാലും ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഇവിടെ അത് കിട്ടും. എന്തായാലും വന്നതല്ലേ, അതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഒത്തിരി വീഡിയോസിൽ കേട്ടിട്ടുണ്ട് കാശ്മീരി കാവ കോഫി. അപ്പം അതുണ്ടാക്കുന്നത് ഞാൻ ജസ്റ്റ് കാണിക്കാം. कണ്ടോ, भाई इसमें मसाले डालेंगे। हाँ, इलायची हाँ, और ये दालचीनी हाँ, इसके साथ मिक्स करेंगे। और इसमें क्या क्या है? मैं डालता हूँ ना, मैं फिर से डालूंगा। और हाँ ठीक है। हाँ, और शहद इसमें थोड़ा डाला हुआ है। ओह हाँ, शहद, हनी, और ये डल गई दालचीनी। हाँ, इसमें डलेगा कावा पाउडर, मसाला इसका शाही मसाला। एक कावा पाउडर है। हाँ, और मसाला का मिक्स। हाँ जी हाँ ठीक है। इसमें केसर मिक्स होता है। केसर भी मिक्स होता है? हाँ हाँ, पिस के। കണ്ടോ, ഇതിനകത്ത് കേസർ, പിന്നെ ഇതിനകത്ത് കുറേ മസാലാസ് ഉണ്ട്. എല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മസാലാസ് തന്നെ അതിൻ്റെ കൂടെ കേസറും മിക്സ് ആവും. അതാണ് കാവ പൗഡർ. അതിനകത്ത് ഇഞ്ചി,
ഇതാണ് ഇവിടുത്തെ ട്രഡീഷണൽ കാശ്മീരി ഡ്രിങ്കാണ്. കണ്ടോ, അതിനകത്ത് ഇഞ്ചി, थोड़ा सा शक्कर, हाँ कुछ पंचारा. बस. अभी ये उबलेगा बहुत टाइम तक. जितना ये अच्छा उबलेगा हाँ. उतना इसका टेस्ट ज्यादा ഓ रहेगा. ठीक है. എത്ര നേരം ഇത് തിളയ്ക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കുമെന്ന്. हाँ मनसा. अबे अबे. ഇതാവുന്നുണ്ടോ? खादार जंदर है. नाटेवाली बात है मगली जी ऐसी है. ഇതാണ് കാവ ടീ. നമുക്ക് കാണാം ഇത് തിളച്ചിട്ട് എങ്ങനെയുണ്ടെന്ന്. വൈകിയ മിച്ചോടെ ഫോട്ടോഷൂട്ടിലാട്ടോ. കണ്ടോ, തിളയ്ക്കുന്നുണ്ടോ? ആ കിടക്കുന്നത് ഈച്ചയല്ല കേട്ടോ. ഞാനും അത് വിചാരിച്ചു ഈച്ചയാണോ, പക്ഷെ ഈച്ചയല്ല കേട്ടോ. ആ ലീഫിൻ്റെ ഒരു ഇതാണ്, അത് നേരിട്ട് കാണുമ്പോഴേ അറിയത്തുള്ളൂ. അവർ ചേർത്ത മസാലാസിലെ ഒരു ലീഫാണ്. വിച്ച് കോഫി കേട്ടോ പറഞ്ഞേ. അപ്പോൾ ഇവിടെ പുള്ളിക്കാരൻ കോഫി ഉണ്ടാക്കുക. विद शुगर है कॉफी. हाँ വിത്ത് ഷുഗർ. ഇത് തിളയ്ക്കുന്നുണ്ടോ? ഇത് നന്നായിട്ട് തിളയ്ക്കുന്ന പോലെയൊക്കെ അതിന് ടേസ്റ്റ് എന്നാണ് അവർ പറയുന്നത്. मिक्स ड्राई फ्रूट है. കണ്ടോ, ഇതിനകത്ത് മിക്സ് ഡ്രൈ ഫ്രൂട്ട് ഇടും. ഇവിടുത്തെ സ്ട്രീറ്റ് ഡോഗ്സിനൊക്കെ നല്ല പൂടയുണ്ട്. കാരണം അത് ഈ ക്ലൈമറ്റുമായിട്ട് അവർക്ക് ഇതാവാനായിട്ടായിരിക്കും അല്ലേ, അവരുടെ ബോഡി സർവൈവിങ്ങിന്. അതാ പറഞ്ഞത്, എന്തൊക്കെ ക്രിയേഷനല്ലേ. നമ്മുടെ നാട്ടിലുള്ള പട്ടികളുടെ ആ ഒരു ഇനങ്ങളെ അല്ല, ഇതെല്ലാം നല്ല ഫറുള്ള ഡോഗ്സാണ്. ഈ ക്ലൈമറ്റ് സർവൈവ് ചെയ്യാനായിട്ട് അവരുടെ ബോഡിയിൽ അങ്ങനെയായിരിക്കും. ഓക്കെ, ഇവിടെ എല്ലാം കാശ്മീരി ഡ്രസ്സൊക്കെ കിടപ്പുണ്ട് കേട്ടോ. എങ്ങനെ പറയാൻ വിച്ചുണ്ട്. അപ്പം വിച്ചു പറഞ്ഞ് എടി ശ്രീനഗർ പോകുമ്പോൾ നല്ലത് കിട്ടും. അതായത് ശ്രീനഗറിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ഇപ്പം. അപ്പം ശ്രീനഗർ പോകുമ്പോൾ ഇതിലും കുറച്ചുകൂടെ നല്ലത് കിട്ടും. അപ്പോൾ നാളെ ഞങ്ങൾ ശ്രീനഗറിൽ ഡൽ ലേക്കും ഒക്കെ കാണാൻ പോയിരിക്കും. അപ്പോൾ അവിടെ നല്ല പോലെ ഒരു 4 മണി 5 മണിയൊക്കെ സമയത്ത് എല്ലാം സ്ട്രീറ്റിൽ നല്ല ഷോപ്പിംഗ് ഉണ്ട്. വിച്ചുവിൻ്റെ കോഫി കിട്ടി. ഇനി എൻ്റെ കാവ ചായ എവിടെ ആയി നോക്കട്ടെ. ഓക്കെ, തിളച്ചു. കുറേ നേരം എടുത്തു തിളയ്ക്കാൻ. ആൻഡ് ഹിയർ ഈസ് കാവ ചായ. അതിൻ്റെ അകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായി തരി പോലെ കിടക്കുന്നത്. താങ്ക് യു ഭയ്യ. അങ്ങനെ ഞങ്ങളുടെ കോഫിയും കാവ ചായയും കിട്ടി. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് കാവ ടീ ടേസ്റ്റ് ചെയ്യുവാണേ. ഒരു രക്ഷയുമില്ലാത്ത സാധനം എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രതീക്ഷിച്ചത് മറ്റേ നമ്മുടെ എന്താ പറയുന്നത്, കഷായം പോലെയൊക്കെ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതായിരിക്കും ഇഞ്ചിയും മറ്റേ സാധനങ്ങളും ഒക്കെ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ അല്ല, എൻ്റെ പ്രതീക്ഷയുടെ ആ ഒരു ലെവലേ അല്ല. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ കാശ്മീർ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട മസ്റ്റ് ട്രൈ സാധനമാണ് കാവ ചായ്. ഞങ്ങൾ കാവ ടീ കുടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇവർക്കും ഒരു കുതി കുടിക്കാൻ, അങ്ങനെ ഇവർ കുടിക്കാൻ ഓർഡർ ചെയ്തു. ഇതിൽ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട്, പിന്നെ കുങ്കുമപ്പൂവുണ്ട്, അങ്ങനെ എല്ലാ സ്പൈസസും ഉള്ളൊരു അന്യ ഡ്രിങ്കാണ്. ഇവർ ഭയങ്കര ഹെൽത്തി ആണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഒരു പൗഡർ വാങ്ങിക്കൊണ്ടാണ് പോയത്. ഇവിടുത്തെ കുറച്ച് സ്നാക്ക് ഐറ്റംസ് ഒക്കെ കാണിക്കാതെ കേട്ടോ. സമോസയൊക്കെ നമുക്കറിയാം, ബാക്കിയൊക്കെ എന്തൊക്കെയോ കുക്കീസൊക്കെയാണ് കാണിക്കും. कोई बात नहीं.
एक क्या है? एक क्या है? ये पैटी, पैट। समोसा, ये बिस्किट, ये कोकोनट। कोकोनट, हाँ ठीक है। एक नंबर है, आप खाकर देखो। ठीक है, अभी नहीं चाहिए। കണികട്ടെ നോക്കട്ടെ, കാണുന്നില്ല, നേരെ കാണിച്ചേ. നൈസ്. അങ്ങനെ ഞങ്ങള് അവിടെ കുറേ പേര് വന്നിട്ട് നമുക്ക് അങ്ങ് ടോപ്പിൽ പോകാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ 2-3 ദിവസവും ഞങ്ങൾ ഫുള്ള് എല്ലാ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയി ടയേർഡായിരുന്നു. അപ്പോൾ ഇന്ന് ഗുൽമാർഗ് ചുമ്മാ ഇങ്ങനെ നടന്ന് കാണാമെന്ന് വെച്ചു. ഹോഴ്സ് റൈഡോ അല്ലെങ്കിൽ ഗുൽമാർഗിൽ പോകുമ്പോൾ നമ്മൾ മറ്റേ കേബിൾ കാർ ബുക്ക് ചെയ്യണമായിരുന്നു ഓൺലൈനിൽ കൂടെ. പക്ഷെ ഞങ്ങൾ അന്ന് അത്ര ഇൻട്രസ്റ്റഡേ അല്ലായിരുന്നു. കാരണം നമുക്കിങ്ങനെ നടന്ന് സ്ഥലങ്ങളൊക്കെ കണ്ടാൽ മതി. അല്ലാതെ ടോപ്പിൽ പോയി ഒത്തിരി കുഞ്ഞുങ്ങളെ കൊണ്ട് പിന്നെയും പോയിട്ട്, അതായത് ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് അവർ ടയേർഡായി. അപ്പോൾ ഇനിയിപ്പം ഇന്ന് കുറച്ച് കാമായിട്ട് അവിടെയൊക്കെ കറങ്ങാമെന്ന് വെച്ചു. ഈ സ്ഥലത്തും കുറേ ഫോട്ടോസ് എടുത്തു. ഐ ലവ് ഗുൽമാർഗ് എന്ന് എഴുതി വെച്ചേക്കുന്നുണ്ടോ. അപ്പോൾ അവിടാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഏരിയ. അപ്പം അവിടെ ഞങ്ങളിങ്ങനെ ഫോട്ടോസൊക്കെ ഒരുപാട് എടുത്തു. ഇവിടെ കുറേ യൂട്യൂബേഴ്സിനെ കണ്ടു കേട്ടോ. ഞാൻ അപ്പോൾ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനെ ഞാൻ കണ്ടു. അപ്പം എനിക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ തോന്നിയില്ല. ഞാനല്ലാതെ മറ്റു കാര്യങ്ങളായിരുന്നു. പിന്നെ കുറേ ചൈനയിൽ നിന്ന് അങ്ങനെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ ചൈനയിൽ നിന്നിട്ടുള്ളവരെ കണ്ടെന്ന് വ്ളോഗൊക്കെ ചെയ്യുന്ന കണ്ടോ. അത് ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ അവർ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതാരിത് വാരിപ്പള്ളിയിലെ മീനാക്ഷി അല്ലേ? ഓഹ് എന്ത് ചീഞ്ഞ ലുക്കായത്. പിന്നെ ഞാൻ ആ കണ്ണാടി വെച്ചില്ല കേട്ടോ. എൻ്റെ നല്ലൊരു കണ്ണാടി ഞാൻ കാറിൽ വെച്ചിട്ട് വന്നു. എന്നിട്ട് ഞാൻ അവിടുന്ന് കണ്ട ഒരു ചീഞ്ഞ കണ്ണാടി വാങ്ങിച്ച് എൻ്റെ മുഖത്ത് വെച്ച് പോട്ടെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ റീലും ഫോട്ടോയും എടുത്തതാണ്ട് തളർന്ന് പോകുന്ന കണ്ടോ വൈക. സാധാരണ എവിടെ പോയാലും അച്ഛൻ്റെ തോളെ കയറണം എന്നുള്ളത് ഏതൊരു പെൺമക്കൾക്കും, എന്തുവാ പറയുന്നത്, ഞാൻ സഹിതമുള്ള എല്ലാ പെൺമക്കൾക്കും അച്ഛൻ്റെ തോളെ കയറി പോകുന്നത് അത്രയും സന്തോഷം വേറെ ഒന്നിനും കിട്ടത്തില്ല. അപ്പം അവൾക്ക് തളർച്ചയില്ലെങ്കിലും അവൾ തളർച്ച അഭിനയിച്ച് കിടക്കുകയാണ് കണ്ടോ. അവൾക്ക് ഒരു കുഴപ്പമില്ല. അവൾ അവിടെ ചെന്നിട്ട് ഗുമാന്ന് പറഞ്ഞ് ചാടുന്നുണ്ടോണം. അങ്ങനെ നടന്ന് ഈ നീണ്ട സവാരി കിടക്കുന്നത് ഞങ്ങളുടെ കാറ് പുള്ളിക്കാരൻ പാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് ഇറക്കാൻ ഒരു 4 മണിക്കൂർ പിന്നെ എടുത്തു. അപ്പോൾ അങ്ങനെ അവിടെ ഞാൻ സ്റ്റക്കായിപ്പോയി. ഞാൻ വളരെ ആധികാരികമായിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെയാണ് വരുന്നത്. പക്ഷേ അതൊന്നും ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ല. കാരണം ശ്വാസം വിട്ട് വരുന്നതുകൊണ്ട് ഒരുമാതിരി ഇരിക്കും. പിന്നെ ഞങ്ങൾ അങ്ങനെ ചായ കുടിക്കാൻ കയറി. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ദേഹം ചൂടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ചായ കുടിക്കാൻ കയറി. പിന്നെ എങ്ങനെയെങ്കിലും 4 മണിക്കൂർ കഴിഞ്ഞ് കാർ അവിടെ നിന്ന് ഇറക്കി. പിന്നെ കുറേ ട്രാവൽ ചെയ്ത് വന്നു. അങ്ങനെ അവിടുത്തെ സിറ്റി എത്തി. ഒരു വീഡിയോ കൂടെ എടുക്കാൻ മറന്നു. ഈ ലാൽ ചോക്ക് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ അതെനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ല. ഞാൻ ഇങ്ങനെ പാസ് ചെയ്ത് വന്നതിന് ശേഷം വിച്ചു അതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഞാൻ കണ്ടു അവിടെ ആയിരുന്നു ഏറ്റവും കൂടുതൽ അടിയും വെട്ടും കുത്തും ഒക്കെ നടന്ന സ്ഥലം എന്ന് വെച്ച് പറയായിരുന്നു. ഇവിടെ ആയിരുന്നു ഏറ്റവും കൂടുതൽ അടി നടന്ന സ്ഥലം അല്ലേ?
മിടിക്കാതല്ലോ. നോക്കട്ടെ നോക്കട്ടെ, അമ്മ ഒന്നുകൂടെ കാണട്ടെ. നോക്കട്ടെ. അപ്പം ഞങ്ങളിങ്ങനെ റൂമിലെത്തി ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് കഴിച്ചിട്ട് എടുക്കണം നമ്മളെ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ബട്ടർ നാനും ബട്ടർ ചിക്കനും ആയിരുന്നു കേട്ടോ. ഇനി നാളെ ഞങ്ങൾക്ക് പോകേണ്ടത് ശ്രീനഗറാണ്. അപ്പം രാവിലെ എണ്ണിക്കേണ്ട കാര്യമൊന്നുമില്ല, ശ്രീനഗറിൽ തന്നെ ഞങ്ങളുള്ളത്. അപ്പം 8 മണി 9 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ആദ്യം വിചാരിച്ചു സിനിമ കാണാമെന്ന്, പിന്നെ വിചാരിച്ചു ലൂഡോ കളിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ അത്രയും സമയം ലൂഡോ കളിച്ച് കളിക്കടി. അത് നീ നിന്റെ അച്ഛനും കൂടെ കൂടി എന്നെ തോപ്പിക്കും അല്ലേ? അല്ലേ? ഇപ്പൊ കാണിച്ചു തരാടി. ഓ, അച്ഛന്റെ കൂടെ ഫ്രണ്ട്സായി. ഇപ്പൊ കണ്ടോ നിന്നെ ഞാൻ ഇപ്പൊ അടിച്ച് താഴെ കളയുന്നേ. ആ അച്ഛ അമ്മ ഓടിക്കച്ചാ, അച്ഛ അമ്മ ഓടിക്കച്ചാ. അയ്യേ, നീ ഇപ്പൊ നിന്റെ അച്ഛനെ തന്നെ അടിക്കാൻ പോകുന്ന എന്നെയല്ല. ഓഹോ, നിന്റെ എണ്ണത്തെയും കൂടെ ഇറക്കിയല്ലേ നീ? കണ്ട ഒക്കെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നേ. കൂട് പിടിക്കട്ടോ. ദൈവമേ, 2 വീട്ടിൽ നീങ്ങി. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം അവർ സൈഡ്. See you on my next video.